ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൽ 44-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗുരുവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. പലമതസാരവുമേകം എന്ന് പാരാത് ഉലകിൽ ഒരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ശ്ലോകമാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു മഹിതമായ സന്ദേശമാണ്, ഒരു മന്ത്രമാണ്. പല മത സാരവും ഏകം. ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ഗുരുവിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. എല്ലാ മതങ്ങളും പറയുന്നത് എല്ലാം ഒന്നാണ്, അതിൻ്റെ സാരം, ആ സാരം ഒന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ മതങ്ങളിലെയും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി ഗുരു അവിടെ സമ്മേളനം നടത്തി. ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനമാണ്, ലോകത്തിലെ രണ്ടാമത്തേത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവയിൽ ഗുരു വിളിച്ചു കൂട്ടിയതാണ്. കാരണം അമേരിക്കയിലെ ഷിക്കാഗോവിൽ സർവമത സമ്മേളനം നടന്നെങ്കിൽ അന്ന് അതൊരു സർവമത സമ്മേളനമായിട്ടല്ല, മറിച്ച് അത് അന്ന് ക്രിസ്തുമതമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മതം എന്ന് വരുത്തുവാൻ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരുന്ന ഒരു സമ്മേളനമാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗത്തോടു കൂടിയാണ് അത് തകിടം മറിഞ്ഞുപോയി. എങ്കിലും ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇന്ത്യയിലുള്ളത് എന്ന് അവർ തിരിച്ചറിയുകയും അത് സർവമത സമ്മേളനം എന്നുള്ള രീതിയിൽ പിന്നീട് അത് അറിയപ്പെടുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയല്ല ചെയ്തത്. എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് ഒരേ ദൈവത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴികളാണ്. അതുകൊണ്ട് അതെല്ലാം അതിൻ്റെ സാരമൊന്നാണ് എന്ന് തിരിച്ചറിയിക്കുക. അവിടെ ഗുരു എഴുതി വെച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. പല മതസാരവും ഏകം എന്ന് പാരാതെ. പാരാതെ എന്ന് പറയുന്നത് നമ്മൾ ഒരു തമിഴ് വാക്കുകൂടിയാണത്. എന്ന് നോക്കാതെ അന്വേഷിക്കാതെ എന്തു ചെയ്യുന്നു? പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ. ഇവിടെ പല വിധത്തിലുള്ള യുക്തികളൊക്കെ പറഞ്ഞ് ഈ അറിവില്ലാത്തവർ, അതായത് ഇതിന് സാരം തിരിച്ചറിയാത്തവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും സാരം തിരിച്ചറിയണം. പക്ഷെ അത് തിരിച്ചറിയിക്കാനായിട്ട് ആരും ശ്രമിക്കുന്നില്ല. കാരണം സ്വാർത്ഥമതികളായിട്ടുള്ള നേതാക്കന്മാർ, അവർക്ക് വേണ്ടുന്നത് അന്ധരായിട്ടുള്ള അണികളെയാണ്, അറിവുള്ള അണികളെയല്ല. അറിവുള്ള അണികൾ ഉണ്ടാകില്ല. കാരണം അറിവുള്ളവരെല്ലാം അവർ സ്വതന്ത്രരായിരിക്കും. അവർ ഈ അറിവില്ലാത്തവൻ്റെ കീഴെ നിൽക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് അറിവില്ലാത്തവരായിട്ടുള്ള അണികൾക്ക് അറിവുണ്ടാക്കി കൊടുക്കാൻ ഒരിക്കലും ഇവരാരും നിൽക്കില്ല. പിന്നെ ഓരോരുത്തരും അവരവരുടെ മതമാണ് ശ്രേഷ്ഠമെന്ന് പറയാനുള്ള വ്യഗ്രതയിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഇവർ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ട്. അപ്പോൾ ഒരു ആനയിൽ അന്ധരെന്ന പോലെ ഇവിടെ അന്ധന്മാരായിട്ടുള്ള ആളുകൾ ആനയെ കാണാൻ പോയ കഥ എല്ലാവർക്കും അറിയാം. അപ്പോൾ കണ്ണില്ലാത്തവൻ എന്താണോ സ്പർശിച്ചു നോക്കുന്നത് ആ ഷേപ്പ് അവൻ പറയും. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ സാരം
ഗ്രഹിക്കാത്തിടത്തോളം കാലം അവനും അന്ധനാണ്. അപ്പം എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങളില്ലാതാകുന്നത്. അതേപോലെ തന്നെ മതത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പോകുമ്പോൾ അവിടെയും സംഘർഷങ്ങളുണ്ടാകില്ല. മതങ്ങളുടെ ഉള്ളിൽ തന്നെ എത്രയോ സംഘർഷങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിലാണ് രക്തപ്പുഴകൾ ഒഴുകിയിട്ടുള്ളത്, ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഇതിൻ്റെ സാരം ഗ്രഹിക്കാത്തത് കൊണ്ടാണ്. ഓരോരുത്തരും അവരവർ പറയും ഞാൻ കണ്ടതാണ് ശരി, ഇത് മാത്രമാണ്, ഇങ്ങനെ ആയിരിക്കണം മതവിശ്വാസികൾ. അപ്പോൾ അത് അനുസരിക്കാതെ വരുമ്പോൾ അവിടെ സംഘർഷമുണ്ടാകുന്നു, കൊലകളുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ അറിവിൻ്റെ അഭാവമെന്ന് ഗുരു കൃത്യമായി ഗുരുവിൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരോട് അത് ഗുരു വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആത്മോപദേശ ശതകത്തിലും ഈ തത്വം പറയുവാനായിട്ടുള്ള കാരണം പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ നിലനിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന മതം മാത്രമല്ല, അല്ലാതെയും മതം എന്നുള്ളതിന് അഭിപ്രായം എന്നുള്ള അർത്ഥമുണ്ട്. അഭിപ്രായോ മതം നാമ മഹതാം തത്വവേദിന. അപ്പോൾ അത് പല രീതിയിലുള്ള ആശയങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിലനിൽപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കി ഇതിൻ്റെ സത്ത ഒന്നാണ് എന്നുള്ള അറിവിലേക്ക് അവൻ വരണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരു ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും ആ രീതിയിലേക്ക് ഒന്ന് ഉണരുവാൻ ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.